ദേവികയുടെ പുതിയൊരു കിടിലൻ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ ചാനലിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സ്പെഷ്യൽ കിടിലൻ സ്റ്റോറീസ് ഒക്കെയാണ് നമ്മൾ ടെലിഗ്രാമിൽ ഒരുക്കിയിരിക്കുന്നേ. അതില് ചേട്ടനും അനിയത്തിയും പിന്നെ അമ്മ, ആന്റി, അമ്മായി കഥകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ കൊതിതീരെ അത് കേൾക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തോളൂ. അവിടെ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് കേട്ടോ, അതിലേക്ക് കയറിയാൽ മതി. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷന്റെ തൊട്ടടുത്തുള്ള ആ ജോയിൻ ബട്ടൺ ഞെക്കി നിങ്ങൾ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് തന്നെയാണ് ടെലിഗ്രാമിൽ ഞാൻ ഫ്രീ ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ അതിലേക്ക് വരാനും ഒരു മടിയും വേണ്ട കേട്ടോ. നമ്മുടെ അപ്പൊ ഇന്നത്തെ കഥ കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ഹൈപ്പ് കേറ്റിങ് വിടുന്നേ, നമ്മുടെ വീഡിയോ നന്നായിട്ട് റീച്ച് ആയിക്കോട്ടെ. അപ്പോ കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. കഥ ദാ ഇവിടെ തുടങ്ങാണ്. അമ്മ എന്നത് എല്ലാവർക്കും എന്നും വികാരം തന്നെയാണ്, പരിധികളില്ലാത്ത വികാരം. 33 വയസ്സുകാരനായ കാർത്തിക്കിന്റെ ജീവിതത്തിലേക്ക് രണ്ടനമ്മയായി കടന്നു വന്നിരിക്കുന്ന അവന്റെ മമ്മി. ആ കഥയാണ് യാമിനിയുടെയും കാർത്തിക്കിന്റെയും കഥയാണ് നിങ്ങളിപ്പോ കേൾക്കാൻ പോകുന്നത്. 33 വയസ്സുകാരനായ കാർത്തിക് ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം തറവാട്ടിലേക്ക് വരുന്നത്. 65 വയസ്സുകാരനായ അവന്റെ അച്ഛൻ വിശ്വൻ അമ്മയുടെ മരണശേഷം തീർത്തും ഒറ്റപ്പെട്ടു പോയപ്പോഴാ ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി 48 വയസ്സുകാരിയായ യാമിനിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. മറ്റുള്ളൊരു ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പാട് അനുഭവിച്ച വിധവയായ യാമിനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബന്ധം വലിയ ആശ്വാസമായിരുന്നു. അന്ന് രാത്രി വൈകിയാണ് ടാക്സി മുറ്റത്തെത്തുന്നത്. കാറിന്റെ ശബ്ദം കേട്ട് ഉമ്മറത്തെ ലൈറ്റ് തെളിഞ്ഞു. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് യാമിനിയായിരുന്നു. കാർത്തിക് പ്രതീക്ഷിച്ചേ ഒരു സാരി ഉടുത്ത് ഗൗരവക്കാരിയായിരുന്ന ഒരു സ്ത്രീയെ. എന്നാൽ നല്ലൊരു നൈറ്റ് ധരിച്ച് ശരീരത്തിന്റെ ആകാരവടിവ് പ്രദർശിപ്പിച്ച് മുടി പിന്നിൽ കെട്ടിവെച്ച് തികച്ചും സാധാരണക്കാരിയായി നിൽക്കുന്ന യാമിനിയെ കണ്ടപ്പോ അവൻ അല്പം അമ്പരപ്പ് തോന്നി. യാമിനി അല്പം പരിഭ്രമിച്ചു. കാർത്തിക്, ഇത്ര നേരത്തെ എത്തുമെന്ന് കരുതിയില്ല. അച്ഛൻ ഉറങ്ങിപ്പോയി, ഞാൻ ഇപ്പൊ വിളിക്കാം. വേണ്ട, അച്ഛൻ ഉറങ്ങിക്കോട്ടെ. കാർത്തിക് കാറിൽ നിന്ന് ബാഗ് എടുത്തു. യാമിനി പോയി കിടന്നോളൂ, എനിക്ക് വഴി അറിയാം. യാമിനി എന്ന വിളിയിൽ അവളൊന്ന് സങ്കടപ്പെട്ടു നിന്നു. ഒരമ്മ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു ചേച്ചി വിളിയോ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ കാർത്തിക്കിന്റെ ശബ്ദത്തിൽ ബഹുമാനക്കുറവില്ലായിരുന്നു, ഒരു തരം മരവിപ്പോ അകലമോ മാത്രം. അകത്തേക്ക് കയറിയപ്പോ വീട് പഴയതുപോലെ തന്നെ, പക്ഷെ വല്ലാത്തൊരു അടുക്കും ചിട്ടയും. യാമിനി വേഗം അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു. യാത്രയിൽ വല്ലാതെ ക്ഷീണിച്ചു കാണും മോൻ, ഭക്ഷണം എടുക്കട്ടെ. ആ നൈറ്റിൽ അവളൊരു വീട്ടമ്മയുടെ എല്ലാ സ്വാഭാവികതയോടെയും നിന്നു. നല്ല ഇറങ്ങിയ കഴുത്തായതുകൊണ്ട് യാമിനിയുടെ ഓരോ ഭാഗവും അവൻ നന്നായി കാണാം, നല്ല ഭംഗിയായി തന്നെ കാണാം. വിശപ്പില്ല, ഒരു ഗ്ലാസ് കാപ്പി കിട്ടിയാൽ കൊള്ളാം. കാർത്തിക് സോഫയിലേക്ക് ഇരുന്നു. അവൾ കാപ്പി ഉണ്ടാക്കാൻ പോയപ്പോ കാർത്തിക് ചുറ്റും നോക്കി. അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുതിയ പൂക്കളുണ്ട്. വീടിന്റെ ഓരോ കോണിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യം പ്രകടമാണ്. യാമിനി കാപ്പിയുമായി വന്നു. അവൾക്ക് വിവാഹത്തിന് സമ്മതിക്കാൻ വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ഭർത്താവിന്റെ കൂടെയുള്ളൊരു ജീവിതം, പിന്നെ ഈ വീട്ടിൽ അർഹിക്കുന്ന ഒരിടം ലഭിക്കുമെന്നും അവൾ വിചാരിച്ചിരുന്നു. കാപ്പി കുടിച്ചു കഴിഞ്ഞ് കാർത്തിക് എഴുന്നേറ്റു. ശരി യാമിനി, ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ, വല്ലാതെ തളർച്ച തോന്നുന്നു. നമുക്ക് നാളെ സംസാരിക്കാം. അവളോടൊന്ന് പുഞ്ചിരിക്കാൻ പോലും ശ്രമിക്കാതെ അവൻ തന്റെ മുറിയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് അരയിലൊരു തോർത്ത് മാത്രം ചുറ്റി കാർത്തിക് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. മുറിയിൽ താൻ വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ മാറ്റം അവൻ ശ്രദ്ധിച്ചു. യാമിനി അവന്റെ കട്ടിൽ വിരിക്കുകയായിരുന്നു. അവളുടെ വിരിഞ്ഞ ആ പിന്നമ്പരം അവന്റെ കണ്ണുകളിലുടക്കി. പുതപ്പും തലയിണയും പക്ഷെ കൃത്യമായി വെച്ച് അവൾ തിരിഞ്ഞു നോക്കി. കാർത്തിക്കിനെ ആ വേഷത്തിൽ കണ്ടപ്പോ അവൾക്കൊരു മടിയും തോന്നിയിരുന്നില്ല. മറിച്ച് ഒരു മകനെ നോക്കുന്ന അതേ വാത്സല്യം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. കാർത്തിക്, ഞാൻ വിളിച്ചോളായിരുന്നു, കാർത്തിക് അല്പം ജാള്യതയോടെ പറഞ്ഞു. ഏയ്, എനിക്കറിയാം കാർത്തിക്,
നിന്റെ അമ്മയുടെ സ്ഥാനത്ത് എന്നെ കാണുന്നത് നിനക്ക് സാധ്യമായിരിക്കില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് എന്നെ നിന്റെ അമ്മയായി കാണാൻ നീ കഷ്ടപ്പെടേണ്ട. പക്ഷെ നിന്റെ അച്ഛന്റെ നല്ലൊരു സുഹൃത്തായി എന്നെ കാണാൻ കഴിയില്ലേ? ഈ വീട്ടിലെ ഒരു അംഗം മാത്രമായി കണ്ടാൽ മതി. കാർത്തിക്കിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. യാമിനി പതുക്കെ മുന്നോട്ട് വന്നു. കുളി കഴിഞ്ഞ് വെള്ളം തുള്ളിക്കിടക്കുന്ന അവനെ ചേർത്ത് പിടിച്ചു. യാമിനിയുടെ വാത്സല്യത്തോടെയുള്ള ആ കെട്ടിപ്പിടുത്തം സത്യത്തിൽ കാർത്തിക്കിന്റെ ഉള്ളിലെ എല്ലാ വേലിക്കെട്ടുകളെയും തകർത്തു കളഞ്ഞു. അവന്റെ ദേഹത്ത് ആ കെട്ടിപ്പിടുത്തം ചൂട് പിടിപ്പിച്ചു. 2 വർഷമായി അവൻ മിസ് ചെയ്തിരുന്ന അമ്മയുടെ ആ കരുതൽ അവന് ലഭിച്ചിരുന്നു. നെറുകയിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു, ഗുഡ് നൈറ്റ് മോനു, ഇനി സമാധാനമായി ഉറങ്ങിക്കോ. യാമിനി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ കാർത്തിക് അവിടെ തന്നെ ഇരുന്നു. യാമിനിയുടെ സാമീപ്യം കൊണ്ട് അവന്റെ പൗരുഷം സടകുടഞ്ഞ് എഴുന്നേറ്റിരുന്നു. അച്ഛന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരപരിചിതയായിരുന്നു ഇത്രയും നേരം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. തനിക്കും അച്ഛനും ഒരേപോലെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇപ്പോൾ വന്നിട്ട് പോയതെന്ന ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു. രാവിലെ ഉണർന്ന് താഴേക്ക് വന്ന കാർത്തിക് കണ്ടത് കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു. ഉമ്മറത്തിരുന്ന അച്ഛൻ പത്രം വായിക്കുന്നു. യാമിനി അച്ഛന്റെ നരച്ച മുടിയിൽ എണ്ണ തേച്ചു കൊടുക്കുന്നു. പണ്ട് അമ്മ ചെയ്തിരുന്ന അതേ കാര്യം. പക്ഷെ യാമിനി ഒരു മുണ്ടും ബ്ലൗസുമായിരുന്ന വേഷം. ഒരു തോർത്ത് മേലെ ഇട്ടുണ്ടെങ്കിലും അത് സ്ഥലം മാറിയാ കിടക്കുന്നത്. അതുകൊണ്ടെന്താ, നന്നായി തന്നെ കാഴ്ചകളെല്ലാം കാണാം. കാർത്തികിനെ കണ്ടപ്പോൾ വിശ്വൻ പത്രം താഴ്ത്തി. മോനു, ഭക്ഷണം കഴിക്കായിരുന്നില്ലേ? അപ്പോഴേക്കും കാർത്തിക് മുഖം കഴുകി വരൂ, ഞാൻ ദോശ ചുടാം, നല്ല ചൂടോടെ കഴിക്കണം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. കാർത്തിക് അടുക്കളയിലേക്ക് ചെന്നു. നല്ല മുരിഞ്ഞ നെയ്ദോശയുടെ മണം അവിടെ ആകെ പരന്നിരുന്നു. യാമിനി ആ വേഷത്തിൽ കണ്ടിട്ട് അവൻ നന്നായി നോക്കുന്നു. എണ്ണ ആവേണ്ടെന്ന് വിചാരിച്ച് ഈ വേഷത്തിലേക്ക് മാറിയതാ മോനു. യാമിനി, ഞാൻ എന്തേലും സഹായിക്കണോ? അവൾ തമാശയോടെ അവനെ നോക്കി. സഹായിക്കാനോ? എങ്കിലൊരു കാര്യം ചെയ്യൂ, ആ തേങ്ങയൊന്ന് ചിരകി തരൂ. ചമ്മന്തിക്ക് അല്പം കൂടി തേങ്ങ വേണം. കാർത്തിക് ചിരിച്ചുകൊണ്ട് ചിരവയിലിരുന്ന് തേങ്ങ ചിരവാൻ തുടങ്ങി. ഇടയ്ക്ക് അവൻ 1-2 തേങ്ങാക്കൊത്തെടുത്ത് വായിലിട്ടു. ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലേ? രണ്ടാളും ഒന്നിച്ചു ചിരിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പരസ്പരം അവരുടെ ഉള്ളിലെ മഞ്ഞുരുകിക്കൊണ്ടേയിരുന്നു. കാർത്തിക്, ഇന്നലെ നീട്ട നീല ഷർട്ടിന്റെ കയ്യിൽ ചെറിയൊരു കീറലുണ്ട്. അത് ഞാൻ തുന്നി വെക്കട്ടെ, അതോ പുതിയത് വാങ്ങണോ? കാർത്തിക് അത്ഭുതപ്പെട്ടു. അത് ശ്രദ്ധിച്ചിരുന്നോ? എനിക്കത് കളയാൻ തോന്നുന്നില്ല. എന്റെ ഫേവറേറ്റ് ഷർട്ടാണ്. ഓ, എങ്കിൽ പേടിക്കണ്ട, ഞാനത് ശരിയാക്കി തരാം. അമ്മയുടെ തയ്യൽ മെഷീൻ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനില്ല. ഇടയ്ക്ക് ഞാനത് ഉപയോഗിക്കാറുണ്ട്. ഓരോ തവണയും യാമിനിയുടെ അടുത്ത് നിന്ന് കാർത്തിക് അത്ഭുതപ്പെട്ടുകൊണ്ടേയിരുന്നു. അവൾ ആ വീട് മുഴുവൻ നിറഞ്ഞു നിന്നു. ഇടയ്ക്ക് അവൻ തമാശകൾ പറയുമ്പോ അവൾ അവനെ ഒരു മകനെ പോലെ ശാസിക്കുകയും ചിരിക്കുകയും ചെയ്തു. യാമിനിയുടെ ദോശയും തോർത്ത് മാറിക്കണ്ട വടയുമെല്ലാം അവൻ നന്നായി ആസ്വദിച്ചു. കൈ കഴുകി എഴുന്നേറ്റപ്പോൾ കാർത്തിക് ചോദിച്ചു, യാമിനി, നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ഉച്ചയ്ക്ക് പുറത്തു പോയാലോ? യാമിനിയുടെ മുഖം വിരിഞ്ഞു. അച്ഛൻ സമ്മതിക്കുമോ? ഞാൻ സമ്മതിപ്പിച്ചോളാം. എങ്കിലെന്റെ കുട്ടി പോയി റെഡിയാവൂ. അവളുടെ ആ വിളിയിൽ എന്റെ കുട്ടിയെന്ന് കേട്ടപ്പോ കാർത്തിക്കിന് അമ്മയുടെ സാമീപ്യം തോന്നി. അവൻ അവളെ ചേർത്ത് നിർത്തി. ഇഷ്ടപ്പെട്ടു ദോശയും ഈ വേഷവും. യാമിനിക്ക് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അത് കേട്ടപ്പോൾ. നീല നിറത്തിലുള്ളൊരു നിഴലടിക്കുന്ന ഷിഫോൺ സാരിയിൽ അവൾ ഉടുത്ത് സുന്ദരിയായി തന്നെ താഴേക്ക് ഇറങ്ങി വന്നു. നൈറ്റിയിലും മുണ്ടിലും ബ്ലൗസിലും മാത്രം കണ്ടിരുന്ന യാമിനിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി അതീവ സുന്ദരിയായി പുറത്തേക്ക് പോവാനായി അവൾ ഇറങ്ങി വന്നു. ആ സാരിയുടെ ഒഴുക്കും അവളുടെ ചന്ദന നിറത്തിലുള്ള ചർമ്മവും തമ്മിൽ ഒരു പ്രത്യേക ചേർച്ചയുണ്ടായിരുന്നു. മുടി അഴിച്ചിട്ട് ചെറിയൊരു കമ്മലുമിട്ടവൾ പടികളിറങ്ങി വന്നപ്പോ കാർത്തിക്കിന് സ്വന്തം കണ്ണെടുക്കാൻ തോന്നിയില്ല. ഞാൻ റെഡിയായി, അച്ഛൻ എവിടെ? യാമിനി ചോദിച്ചു. അപ്പോഴേക്കും വിശ്വൻ അങ്ങോട്ടേക്ക് വന്നു. ഇന്ന് നമ്മുടെ ക്ലബിലൊരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. പഴയ കൂട്ടുകാരൊക്കെ വരുവാ, ഞാൻ അങ്ങോട്ട് പോകുക. യാമിനിയുടെ മുഖം വാടി. അപ്പൊ നമ്മുടെ പ്ലാനോ? എല്ലാവരും കൂടി പോവാന്നല്ലേ പറഞ്ഞത്? വിശ്വൻ ചിരിച്ചു. അതിനെന്താ, നിങ്ങൾ അമ്മയും മകനും കൂടി പോയി എൻജോയ് ചെയ്യൂ. കാർത്തിക് വന്നല്ലേ ഉള്ളൂ, അവര് നീ പുറത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കൂ.
എനിക്ക് ആ മീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റില്ല. കാർത്തിക് വിശ്വനെ നോക്കി. അച്ഛന്റെ കണ്ണുകളിൽ ഒരു കുസൃതിയുണ്ടോ എന്നവൻ സംശയിച്ചു. അച്ഛാ, അത് ശരിയാവുമോ? അച്ഛനില്ലാതെ? അതിനെന്താടാ, നീ നിന്റെ മമ്മിയും കൊണ്ട് പോവൂ. നല്ലൊരു സിനിമ കാണാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. രാത്രി അല്പം വൈകിയാലും കുഴപ്പമില്ല കേട്ടോ. യാമിനി അല്പം ജാള്യതയോടെ നിന്നു. ഏട്ടാ, കാർത്തിക്കിന് ബുദ്ധിമുട്ടാകുമോ എന്ന്. അപ്പോഴേക്കും കാർത്തിക് ഇടപെട്ടു. ഏയ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. യാമിനി വരുന്നോളൂ. അച്ഛന് തിരക്കുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ഒന്നിച്ചുള്ളത് പിന്നീടാക്കാം. ഇപ്പൊ നമുക്ക് പോകാം. രണ്ടുപേരും ഒന്നിച്ച് നടന്നു കാറിലേക്ക് കയറി. ഈ സാരിയിൽ യാമിനിയെ കാണാൻ എന്താ ഭംഗി! സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ല. യാമിനിയുടെ കവളുകളിൽ ഒരു ചെറിയ ചുവപ്പ് പടർന്നു. വെറുതെ ഓരോന്ന് പറയില്ലേ, ഇതൊരുപാട് കാലം മുന്നേ വാങ്ങിയതാ. ഇതൊന്നും ഉടുത്തുവെന്ന് മാത്രം. രണ്ടുപേരും ഒന്നിച്ചൊരുപാട് സമയം ഡ്രൈവ് ചെയ്തു. ഷോപ്പിങ്ങിന് പോണോ അതോ സിനിമയ്ക്ക് കയറണോ? അത് എല്ലാം മോന്റെ ഇഷ്ടം പോലെ. അച്ഛനും നൈസായിട്ട് മാറി തന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് എന്തായിരുന്നു എന്ന് കാർത്തിക് നന്നായി ആലോചിക്കുന്നുണ്ട്. വെറുമൊരു ഔട്ടിങ് മാത്രമായിരുന്നില്ല. അമ്മയുടെ മോനിടയിലെ മഞ്ഞുരുകി അമ്മയും മോനും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ ഒരുക്കിയതായിരുന്നോ എന്നവന് സംശയമുണ്ട്. അച്ഛന്റെ മീറ്റിംഗ് അപ്പോ തങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നായിരുന്നു എന്ന് അവനപ്പോൾ മനസ്സിലാക്കി തുടങ്ങി. കാറിലെ AC-യിൽ യാമിനിയുടെ മുടി പൊങ്ങിപ്പാറുന്നുണ്ട്. അച്ഛന് പ്രായമായില്ലേ? നിങ്ങൾ പുറത്തൊക്കെ പോവാറുണ്ടോ? കാർത്തിക് ചോദിച്ചു. ഇല്ല മോനെ, അച്ഛന് സുഖമില്ലല്ലോ. സത്യത്തിൽ ഈ പ്രായത്തിൽ അച്ഛനോട് ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് തന്നെ ക്രൂരതയാണ്. ഞങ്ങൾ രണ്ടാൾക്കും ഇനി മധുവിധു ആലോചിക്കേണ്ടതും മധുവിധു ആഘോഷിക്കേണ്ടതുമായിട്ടുള്ള പ്രായമൊന്നും അല്ലല്ലോ. അതൊക്കെ ഇനി നിനക്കല്ലേ. അത് കേട്ടപ്പോഴേക്കും അവൻ ചിരിച്ചു പോയിരുന്നു. കാർത്തിക് എന്നിട്ട് നിർത്തി. വരൂ, നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാം. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് എടുത്തു തരാം. പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? നീ ദുബായിൽ നിന്ന് വന്നതല്ലേ? എന്റെ വക ഒരു സമ്മാനം തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, യാമിനി പറഞ്ഞു. എന്റെ കയ്യിൽ അച്ഛൻ തന്ന കുറച്ച് പൈസയുണ്ട്. യാമിനി വാത്സല്യത്തോടെ അവനോട് പറഞ്ഞു. അവർ ഒരു ഷോപ്പിൽ കയറി. ഓരോ ഷർട്ടും എടുത്ത് കാർത്തിക്കിന്റെ ശരീരത്തോട് നോക്കുമ്പോൾ അവളുടെ മുഖത്ത് ഓരോ പ്രത്യേക തിളക്കം. നോക്കൂ, ഈ നിറം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. കാർത്തിക് അത്ഭുതപ്പെട്ടു. യാമിനിക്ക് ഫാഷൻ സെൻസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഷോപ്പിംഗ് തുടരുന്നതിനിടയിൽ ഒരു മനോഹരമായ സാരി കാണിച്ചിട്ട് അവനത് എടുക്കാൻ ആവശ്യപ്പെട്ടു. അവളപ്പോൾ ഒഴിഞ്ഞു മാറി. ഞാൻ സാരികൾ വല്ലപ്പോഴുമേ ഇടുള്ളൂ മോനെ, വല്ലപ്പോഴുമേ പുറത്തു തന്നെ ഇറങ്ങൂ. പ്ലീസ് യാമിനി, എനിക്കൊരു സമ്മാനം തരണമെന്ന് നന്നായിട്ടുണ്ട് നിനക്ക്. എങ്കിലൊരു കാര്യം ചെയ്യൂ, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു നൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യൂ. വീട്ടിലെനിക്ക് എപ്പോഴും ഇടാമല്ലോ. കാർത്തിക് കുറെ തിരിഞ്ഞതിന് ശേഷം വെളുത്ത നിറത്തിലുള്ളൊരു സിൽക്ക് നൈറ്റ് തിരഞ്ഞെടുത്തു. അത് കണ്ടപ്പോൾ യാമിനി ഒന്ന് മടിച്ചെങ്കിലും അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ട്രയൽ റൂമിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞ് യാമിനി പുറത്തേക്ക് വന്നപ്പോ കാർത്തിക് സ്തംഭിച്ചുപോയി. സാധാരണ സാരിയിൽ കണ്ടിരുന്ന യാമിനി ആയിരുന്നില്ല അത്. ആ വെളുത്ത നൈറ്റി അവളുടെ ശരീരത്തോട് വല്ലാതെ ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ പക്വമായ ശരീരവടിവുകളും ഒരു നിമിഷം അവനെ നിശബ്ദനാക്കി. അവൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം ആ വസ്ത്രം അവളെ അതീവ സുന്ദരിയായി കാട്ടിയിരുന്നു. കാർത്തിക് അല്പം പതർച്ചയോട് പറഞ്ഞു. യാമിനി, ഇത് ശരിക്കും ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഇതല്പം ടൈറ്റ് ആണോ എന്നൊരു സംശയം. മാത്രമല്ല ഇതല്പം റിവീലിംഗ് ആണ്. വേണമെങ്കിൽ നമുക്ക് മാറ്റാം. യാമിനിക്ക് പക്ഷേ ഉറച്ച ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. വേണ്ട മോനെ, ഈ എനിക്ക് വേണ്ടി ആദ്യമായി തിരഞ്ഞെടുത്ത വസ്ത്രമല്ലേ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്കിത് മാറ്റേണ്ടി വരില്ല. കാർത്തികിന് സന്തോഷമായി. ആ വസ്ത്രം ധരിച്ച് യാമിനെ കണ്ടപ്പോ തൊട്ട് അവന്റെ മുഖത്തിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. രണ്ടുപേരും ഒരു കോഫി കുടിച്ചുകൊണ്ട് അടുത്തുള്ള കഫേയിലിരുന്നു. ഡ്രസ്സ് എടുത്തതിന് ശേഷം അന്ന് രാത്രി വൈകിയ അവർ വീട്ടിലെത്തിയേ. കാറിൽ നിന്നിറങ്ങുമ്പോ യാമിനി കാർത്തിക്കിന്റെ തോളിൽ കൈവച്ചു. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു കാർത്തിക്. നന്ദി.
നന്ദിയൊന്നും വേണ്ട മമ്മി, നമുക്ക് ഇനിയും ഒരുപാട് യാത്രകൾ പോകാനുണ്ട്. ആദ്യമായി അവൻ മമ്മി എന്ന് വിളിച്ചപ്പോൾ യാമിനി ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയി. അവളുടെ ചുണ്ടിലൊരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. അച്ഛൻ വിശ്വന് ഉമ്മറത്തിരുന്ന് ഇതെല്ലാം കണ്ട് മനസ്സാ ചിരിക്കുന്നുണ്ടായിരുന്നു. രാത്രി മുറിയിലെ നിശബ്ദതയിൽ കാർത്തിക് കട്ടിലിന്റെ നടുക്ക് കിടന്ന് ചിന്തിക്കുമായിരുന്നു. ജനലിൽ നിന്ന് വരുന്ന നിലാവെളിച്ചം മുറിയിലെ മുഴുവനുമുണ്ട്. പക്ഷേ അവന്റെ മനസ്സിൽ ഗൗരവമായ ചിന്ത. 65 വയസ്സുള്ള തന്റെ അച്ഛന് 48 വയസ്സുകാരിയായ യാമിനിയെ എല്ലാ അർത്ഥത്തിലും സന്തോഷിപ്പിക്കാൻ കഴിയുമോ? ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കാനും അത് നിറവേറ്റാനും അച്ഛന്റെ ഈ പ്രായത്തിൽ സാധിക്കുന്നുണ്ടാവുമോ? യാമിനി ഇപ്പോഴും ഊർജ്ജസ്വലതയുള്ള ആകർഷകമായ പ്രായത്തിലാ. അന്ന് വൈകുന്നേരം മാളിൽ വെച്ച് കണ്ട യാമിനിയുടെ രൂപം അവന്റെ മനസ്സിൽ നിന്ന് മാറുന്നേയില്ല. ആ നൈറ്റിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. ശരീരവടിവുകളും പക്വതയാർന്ന ആ വശ്യതയും ആരെയും ആകർഷിക്കും. യാമിനി വെറുമൊരു വീട്ടമ്മയല്ല, അവരുടെ ഉള്ളൊരു സ്ത്രീത്വമുണ്ട്. ആരെയും ആകർഷിക്കുന്ന ആ ഭംഗിയുള്ള രൂപം അച്ഛൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? അവൾ ഉള്ളിലൊളുക്കുന്ന ആഗ്രഹങ്ങൾ അച്ഛൻ അറിയുന്നുണ്ടാവുമോ? തന്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന താനിപ്പോൾ യാമിനിയെ രണ്ടാനമ്മയെ കിട്ടിയതിൽ മനസ്സാ സന്തോഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവായിരുന്നു അവന്. അവളോടൊപ്പമുള്ള ബഹുമാനവും അതിനോടൊപ്പം ഒരു പുരുഷനെന്ന നിലയിൽ അവളുടെ സൗന്ദര്യത്തെ മതിമറന്ന് അവൻ ആസ്വദിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അവന്റെ ഉള്ളിൽ അവളുടെ ശരീരത്തിന്റെ ആ തീയണയ്ക്കാൻ അച്ഛന് കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ആര് എന്നൊരു ചോദ്യം മാത്രം ബാക്കിയായി. ഉറക്കത്തിൽ എപ്പോഴോ യാമിനി അവൻ സ്വപ്നം പോലും കണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവൻ നോക്കുമ്പോൾ ഇന്നലെ വാങ്ങി നൽകിയ ആ വെളുത്ത നൈറ്റ് തന്നെയായിരുന്നു അവളുടെ വേഷം. രാവിലത്തെ വെളിച്ചത്തിൽ ആ സിൽക്ക് വസ്ത്രം അവളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇന്നലത്തേക്കാൾ വശ്യത അവളിൽ പ്രകടനമായി. അച്ഛൻ എവിടെ യാമിനി? അച്ഛൻ ടൗണിലേക്ക് പോയി, വരാൻ ഉച്ചയാകും. അതെയോ? അച്ഛൻ ഈ ഡ്രസ്സില് യാമിനിയെ കണ്ടിരുന്നോ? നോക്കിയിരിക്കാൻ തന്നെ എന്താ സുഖം. യാമിനി പുഞ്ചിരിച്ചു. അച്ഛൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല മോനെ, നിനക്കിഷ്ടപ്പെട്ടോ? അത് മതി. നീ ഇന്നലെ പറഞ്ഞത് ഇത്ര ശരിയാണ് കാർത്തിക്. ഈ വസ്ത്രം എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ ആരെങ്കിലും ഇത്രത്തോളം ശ്രദ്ധിക്കുന്നത് ആദ്യമായിട്ടാണ്. കാർത്തിക്കിന് സത്യം പറഞ്ഞാൽ അവളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹം തോന്നിയെങ്കിലും അവനൊന്നും മടിച്ചു. പക്ഷെ യാമിനി പിന്നോട്ട് മാറിയില്ല. അവൾ അവനെ അടുത്തേക്ക് വലിക്കുന്നത് പോലെ തോന്നി. കാർത്തിക്, നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്ന ഈ നോട്ടമുണ്ടല്ലോ, അതെനിക്ക് പരിചിതമല്ല. പക്ഷെ അത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടുപേർക്കും തൊട്ടപ്പുറത്തായി തന്നെ അടുപ്പിലിരിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങൾ കരിയുന്നതോ തിളച്ചു മറിയുന്നതോ ആയിട്ടുള്ള ശബ്ദം കേൾക്കാം. പക്ഷെ ആരും അങ്ങോട്ടേക്ക് പോവാൻ തയ്യാറായിരുന്നില്ല. യാമിനി, നിന്റെ ഈ ഭംഗി എന്റെ അച്ഛനിത് താങ്ങാൻ കഴിയില്ല. അച്ഛനിപ്പോ ഇവിടെ ഇല്ലല്ലോ കാർത്തിക്. നമുക്കിടയിൽ മാത്രം ഒതുങ്ങുന്ന കുറച്ച് സത്യങ്ങൾ മാത്രം മതി. അവർക്കിടയിലെ ആ നിശബ്ദതയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയായിരുന്നു. ഒരമ്മയും മകനും എന്നതിലുപരി പരസ്പരം ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളായി അവർ മാറിക്കൊണ്ടിരുന്നു. അവർക്ക് മാത്രമായിട്ടുള്ള നിമിഷം വരാനിരിക്കുകയാണ്. മമ്മി, കാർത്തിക് പതുക്കെ വിളിച്ചു. ഒരു മകന്റെ ബഹുമാനത്തെക്കാൾ ഉപരി അവളെ ഒരു സ്ത്രീയായി ആരാധിക്കുന്ന, അവളെ സുന്ദരി അംഗീകരിക്കുന്ന ഒരു പുരുഷന്റെ വശ്യതയാർന്ന വിളി. യാമിനി ഒന്ന് വിറച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. കാർത്തിക്, നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോ എനിക്കെന്തോ ഒരു പ്രത്യേക അനുഭൂതിയാണ്. എന്നെ ഇത്രയും ആഗ്രഹത്തോടെ നോക്കാൻ ഈ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്നു. മമ്മി ഇത്ര സുന്ദരിയാന്ന് മമ്മിക്ക് അറിയില്ല. അച്ഛൻ പാവമാ. പക്ഷെ മമ്മിയെപ്പോലൊരു സ്ത്രീയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അച്ഛൻ ഈ പ്രായത്തിൽ കഴിയുമോ? മമ്മിയുടെ ഈ യൗവനം അത് വെറുതെ കളയാനുള്ളതല്ല. അച്ഛൻ പോയ സ്ഥിതിക്ക് ഈ സമയം നമുക്ക് നമ്മുടേതാക്കാൻ കാർത്തിക്. നീ എന്നെ മമ്മിയെന്ന് വിളിക്കുമ്പോ എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹവും വല്ലാത്ത താല്പര്യവും തോന്നുവാ. പറയൂ കാർത്തിക്, നിനക്ക് നിന്റെ പുതിയ മമ്മിയെ ഇഷ്ടപ്പെട്ടോ? അവൻ സന്തോഷത്തോടെ ചിരിച്ചു. ഇഷ്ടപ്പെട്ടോ എന്നല്ല മമ്മി, എനിക്ക് നിങ്ങളെ വേണം. ഈ വീട്ടിൽ അച്ഛനില്ലാത്തപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഈ നിമിഷങ്ങൾ അതാരും അറിയാതെ എനിക്ക് മമ്മിയുടെയും മമ്മി എന്റേതും മാത്രമായി മാറണം. ആ നിമിഷം ആ തറവാടിന്റെ നിശബ്ദതയിൽ അവർക്കിടയിലുണ്ടായിരുന്ന എല്ലാ അതിർവരമ്പുകളും മാഞ്ഞുപോയി. ഒരു രണ്ടാനമ്മയും മകനും എന്നതിലുപരി പരസ്പരം ആഗ്രഹിക്കുന്ന
രണ്ടുരുടലുകളായി മാറി അവർ. ആ വാതിലിന്റെ 4 ചുമരുകൾ മാത്രം അറിയുന്ന ഒരു രഹസ്യബന്ധത്തിനുള്ള തുടക്കമായിരുന്നു അവിടെ. കാർത്തിക്, നീ എന്നെ മമ്മിയെന്ന് വിളിക്കുമ്പോ ഉണ്ടല്ലോ, നിന്റെ ഈ വിളി കേൾക്കുമ്പോ ഉള്ളിലൊരു വിറയൽ വരുന്നു. നിന്റെ അച്ഛൻ എന്നെ ഒരു കൂട്ടായി മാത്രം കണ്ടു. പക്ഷെ നീ എന്നെ ഒരു സ്ത്രീയായി കാണുന്നു. നിന്റെ ഈ നോട്ടം എന്നെ വല്ലാതെ തളർത്തുന്നുണ്ട്. എനിക്കറിയാം മമ്മി, അച്ഛന് മമ്മിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. മമ്മിക്കിപ്പോ അച്ഛന്റെ സ്നേഹമല്ല വേണ്ടത്. ദേ, ഇപ്പൊ ഞാൻ തരാൻ പോകുന്ന ഈ ചൂടാണ്. പരസ്പരം മനോഹരമായി രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി. മമ്മിയുടെ സൗന്ദര്യം ഇങ്ങനെ വെറുതെ വെക്കേണ്ടതല്ല. അച്ഛനില്ലാത്ത സമയങ്ങളിൽ മമ്മിയുടെ എല്ലാ ആഗ്രഹങ്ങളും തീർക്കാൻ ഈ ഞാൻ കൂടെ ഉണ്ടാകും. മോനെ, മമ്മിക്ക് നീ മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആരും അറിയരുത്. രണ്ടുപേരും പരസ്പരം അലിഞ്ഞു ചേർന്നു. മമ്മിയെയും മമ്മി മോനെയും ആവോളം ആസ്വദിച്ചു. മമ്മി സുന്ദരിയാണ്, മമ്മി ഒരുപാട് സുന്ദരിയാണ്. കാർത്തിക് ഇടയ്ക്കിടെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ മമ്മിയെ? ഇനി ഇങ്ങനെ ചോദിക്കരുത്. എനിക്ക് മമ്മിയെ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്റെ അച്ഛനെ പോലെ തന്നെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. മമ്മി എന്നുള്ള വിളി പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ ഉറക്കം കെടുത്തി. വിശ്വട്ടൻ നല്ല ഉറക്കമാ. അന്ന് രാത്രി ഭർത്താവിന്റെ കൂടെ കിടന്നിട്ട് അവൾക്ക് അവിടെ സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ മെല്ലെ ശ്വാസം പോലും അടക്കി പിടിച്ച് പയ്യെ മുറി തുറന്നിറങ്ങി. വലിയ റിസ്ക് ആണ് എടുക്കുന്നതെന്ന് അവർക്കറിയാം. പക്ഷേ കാർത്തിക്കിന്റെ ആ ചൂടനുഭവിക്കാൻ അവളുടെ മനസ്സ് വല്ലാതെ കൊതിച്ചു. ഇതേസമയം കാർത്തിക്കും ഉറങ്ങിയിരുന്നില്ല. യാമിനെ കുറിച്ച് ചിന്തിച്ചു തന്നെയായിരുന്നു അവനും കിടന്നിരുന്നേ. പെട്ടെന്ന് വാതിലിന്റെ ഹാൻഡിൽ തിരിയുന്ന ശബ്ദം കേട്ടവൻ ഞെട്ടി. നിലാവെളിച്ചത്തിലൊരു മാലാഖിയെ പോലെ യാമിനി അകത്തേക്ക് വന്നു. മമ്മി, അച്ഛൻ. യാമിനി പതിയെ അവനെ നിശബ്ദനാക്കി. അച്ഛൻ ഉറക്കത്തിലാണ് കാർത്തിക്. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നിന്റെ അരികിലേക്ക് വരാൻ തോന്നി. ശരിക്കും പറഞ്ഞാൽ നിന്നെ പറ്റിയുള്ള ചിന്ത പോലും എന്നെ ഭ്രാന്ത് പഠിപ്പിക്കുന്നു കാർത്തിക്. ഈ രാത്രി നീ എന്നോടൊപ്പം വേണം. ഇരുട്ടിൽ ആ മുറിക്കുള്ളവർ രണ്ടുപേരും മാത്രമായി. പുറത്ത് കാറ്റ് മരച്ചില്ലകൾ ഉലയ്ക്കുമ്പോൾ ഇവിടെ കാർത്തിക്കിന്റെ കയ്യിൽ യാമിനെ ആടി ഉലയുകയായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ അച്ഛൻ ഉറങ്ങുമ്പോൾ അവർക്കിടയിലുള്ള ആ രഹസ്യബന്ധം പുതിയൊരു തളർത്തിലേക്ക് വലയുകയായിരുന്നു. അടങ്ങാത്ത ദാഹവും പിടിക്കപ്പെടുമോ എന്ന ഭയവും പരസ്പരമുള്ള ആ സ്നേഹവുമൊക്കെ ആ രാത്രിയെ കൂടുതൽ വന്യമാക്കി. അവനവളെ കോരിയെടുത്തു. അവന്റെ കരുത്തുറ്റ കൈകളിൽ യാമിനിക്ക് അഭിമാനം തോന്നി. ഒരു പുരുഷന്റെ വന്യമായ ആഗ്രഹങ്ങളോടെ അവൻ അന്നവളെ കീഴ്പ്പെടുത്തി. ഒരു പുരുഷന്റെ കീഴിൽ അടിഞ്ഞുകൂടണമെന്നുള്ള സന്തോഷത്തിൽ യാമിനി അവന്റേത് മാത്രമായി ആ നിമിഷം മാറി. അവർക്കിടയിൽ വാക്കുകൾ വേണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ ശൂന്യതയ്ക്ക് ശേഷം ലഭിച്ച ആ ചൂട് യാമിനിയെ ഉന്മത്തയാക്കി. രണ്ടുപേരും മാത്രം കേൾക്കാൻ പാകത്തിനുള്ള ആ കിതപ്പുകളും അവരുടെ ശരീരത്തിന്റെ ഉരസലുകളും മാത്രം ഒരു കൊടുങ്കാറ്റായി ആ മുറിയിലെങ്ങും പടർന്നു. കൂടുതൽ കൂടുതൽ ആഴങ്ങൾ തേടി ആ മോൻ സ്വന്തം രണ്ടാനമ്മയിലേക്ക് പടർന്ന് കയറിക്കൊണ്ടേയിരുന്നു. അച്ഛൻ തൊട്ടടുത്ത മുറിയിലുണ്ടെന്ന് ഇടയ്ക്ക് അവർ ഓർക്കും. എന്നാൽ അടുത്ത നിമിഷം സ്വന്തം ലോകത്ത് പൂർണ്ണമായി ലയിക്കും. വിലക്കപ്പെട്ട കനികൾ ആസ്വദിക്കുന്നതിന്റെ ആ പ്രത്യേക ലഹരിയിലാണ് അന്ന് രണ്ടുപേരും ആ മുറിയിൽ നിന്ന് മതിമറന്ന് ആസ്വദിച്ചത്. നേരം പുലരാൻ കുറച്ചു മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആ തറവാടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അവർ തങ്ങളുടെ രഹസ്യങ്ങൾ ആവോളം ആസ്വദിച്ചു. യാമിനി എഴുന്നേറ്റു. കാർത്തിക്കിനോട് അവൾ പറഞ്ഞു, ഇനി ഞാൻ പോകട്ടെ, അച്ഛൻ ഉണരും മുമ്പ്. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. അവരുടെ സന്തോഷം അധികം നീണ്ടു നിന്നിരുന്നില്ല. കാർത്തിക്കിന് ദുബായിലേക്ക് പോകണമെന്നുള്ള കോള് വന്നു. വല്ലാത്ത നിരാശയിലായിരുന്നു പിറ്റേ ദിവസം ആ വീടിനെ അവർ എതിരേറ്റത്. അവനെ വിട്ടുപിരിയാൻ യാമിനിക്ക് മനസ്സ് വരുന്നതേയില്ല. അച്ഛൻ കാണാതെ സങ്കടം പങ്കുവെച്ചുകൊണ്ട് അവരെങ്ങനെയൊക്കെ ആ ദിവസം കഴിഞ്ഞുകൂട്ടി. പക്ഷെ അവൻ പോകുന്നതിന് മുന്നേയായി എയർപോർട്ടിൽ വെച്ചിട്ടുള്ള അവരുടെ ആ കെട്ടിപ്പിടുത്തവും വേഗം വരണം കാർത്തിക്, എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്നുള്ള അവളുടെ പറച്ചിലും ആവേശവുമൊക്കെ കണ്ടപ്പോൾ വിശ്വനെന്തോ പന്തികേട് മണത്തു.
ഒരു കാമുകനെ പോലെ അവൻ അവളെ അണച്ചു പിടിച്ചപ്പോഴേക്കും യാമിനിയും ആവേശത്തോടെ ലയിച്ചു. കുറച്ചധികം സമയം അതങ്ങ് നീണ്ടുപോയി. ഒരു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തെക്കാൾ മറ്റു വലിയ എന്തോ ഒന്ന് അവരുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ടെന്ന് വിശ്വന് മനസ്സിലായി. അവരുടെ കണ്ണുകളിലെ ആ നോട്ടവും പരസ്പരമുള്ള നിമിഷങ്ങളോളമുള്ള നിശബ്ദമായ വികാര കൈമാറ്റങ്ങളുമൊക്കെ വിശ്വന് മനസ്സിലായിരുന്നു. കുറെ നാളൊക്കെ യാമിനി എങ്ങനെയൊക്കെയോ ഫോണിലൂടെ തന്നെ കടന്നുപോയി. അവന്റെ മുന്നിൽ വീഡിയോ കോളിനുള്ളിൽ അവൾ സങ്കടപ്പെട്ട് വിഷമം മുഴുവൻ പറഞ്ഞു തീർത്തു. ഒടുവിൽ അങ്ങോട്ടേക്കുള്ള നല്ലൊരു വഴിയായിരുന്നു യാമിനിക്കും അച്ഛനും വേണ്ടി നമ്മുടെ കാർത്തിക് തുറന്നു കൊടുത്തിരുന്നത്. അമ്മയെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ഈ അകലം എന്നെ പൊള്ളിക്കുന്നുവെന്ന് അവൻ പറയുന്നതിനോടൊപ്പം തന്നെ അവൻ പറഞ്ഞു, നിങ്ങൾ രണ്ടാളെയും ഞാൻ ദുബായിലേക്ക് കൊണ്ടുവരുന്നു. എന്റെ ഒപ്പം കുറച്ചുനാൾ ഇവിടെ ആസ്വദിക്കൂ. എനിക്ക് ഉടനെ ഒന്നും നാട്ടിലേക്ക് വരാൻ പറ്റില്ല. യാമിനിക്ക് മനസ്സിലുണ്ടായിരുന്ന സന്തോഷത്തിന് ഒരതിരുമില്ലായിരുന്നു. വിശ്വനെ സന്തോഷിച്ചപ്പോഴേക്കും ഇനി ദുബായിലെത്തിയിട്ടാവാം തങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ എന്ന് അവർ കണക്ക് കൂട്ടി. യാമിനിയുടെയും കാർത്തിക്കിന്റെയും ജീവിതത്തിലെ പുതിയൊരു തലത്തിലേക്കായിരുന്നു ദുബായിലേക്കുള്ള അവരുടെ ആ യാത്ര വഴിതെളിച്ചത്. അവരുടെ ആ യാത്ര ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അവർ കണ്ടുമുട്ടിയത്? എങ്ങനെയായിരിക്കും അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവുക? വിശ്വൻ എന്ന കാർത്തിക്കിന്റെ അച്ഛൻ ഇതെല്ലാം അറിയുന്നുണ്ടാവുമോ? അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നോ? അതോ പ്രശ്നക്കാരനാവുമോ? കേൾക്കാൻ കൊതിയാവുന്നുണ്ടല്ലേ? അടുത്ത പാർട്ടായിട്ട് ഇതിന്റെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ അടുത്ത പാർട്ടിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യില്ലേ? കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം രേഖപ്പെടുത്തണം. പിന്നെ അടുത്ത പാർട്ട് വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കൂട്ടോ. അടുത്ത ദിവസം സൂപ്പർ കഥയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ ഡിയേഴ്സ്.